എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും 4 വാക്കുകൾ ഓതുക. കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ. കടമ്മനിട്ട സാറിൻ്റെ കവിതകളാണ്. പടയൊരുക്കം എന്ന പേരിൽ ലഹരിക്കെതിരെ നടന്ന ശക്തമായ ഒരു ക്യാമ്പയിൻ്റെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 29-ാം തീയതി മലപ്പുറത്ത് വെച്ച് ഒരു മഹാറാലിയും പൊതുസമ്മേളനവും നടക്കുമ്പോൾ അതിന് ആശംസയായി 2 വാക്കെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ലഹരിക്കെതിരെ എന്നും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് ലഹരി നിർമ്മാർജ്ജന സമിതി. ഈ മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സഹൃദയരായ പ്രവർത്തകരാണ് അതിൻ്റെ പുറകിലുള്ളതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ നിസ്സീമമായി പ്രവർത്തിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്, ബാധ്യതയാണ്. ലഹരി നമ്മുടെ ചുറ്റുപാടുകളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ ദുരന്തങ്ങളും ദുരിതങ്ങളും ക്രൂരതകളും ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടിൻ്റെ അരികിൽ വരെ അത് എത്തി. എന്നിട്ടും ഇതൊന്നും എന്നെ ബാധിക്കില്ല, എൻ്റെ വീട്ടിനകത്തേക്ക് കയറി വരില്ല എന്ന് അമിതമായ ഒരു ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് നമ്മളിലെല്ലാവരും. ഈ വിഷയത്തോട് നമുക്കുള്ള ഈ വലിയ നിസ്സംഗത ഭാവിയിൽ ഒരുപാട് കരയേണ്ട അവസ്ഥയിലേക്ക് അത് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഒരുപാട് കരച്ചിലുകൾ കേൾക്കുന്നവരാണ് ഞങ്ങൾ എക്സൈസുകാരും പോലീസുകാരും. പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ പലർക്കും അറിയൂ. ആയുസ്സിൻ്റെ ബലം കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട ഒരുപാട് അമ്മമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ ഇടത്തെ കൈകൊണ്ട് സ്വന്തം അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചാരി നിർത്തി കുത്തി പൊന്തിച്ച് മറുകരം ചുരുട്ടിയിട്ട് ആ അമ്മയുടെ അടിവയറിനിട്ട് ഇടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു 9-ാം ക്ലാസ്സുകാരനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വന്തം അനിയൻ്റെ ഇടനെഞ്ചിലേക്ക് കഠാര കുത്തി ഇറക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം? ഇതൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത ഒരു ഭീതി ഉണ്ടാകുന്നു. പതുക്കെ അത് നമ്മുടെ മനസ്സിൽ നിന്നും പോണു. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദുരന്തം നമ്മുടെ പടി കയറി അകത്തേക്ക് വരുന്നവരെ മാത്രമേ ഈ നിസ്സംഗതയുള്ളൂ. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളായാലും ലഹരിയിൽ ചെന്ന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അത് ഭ്രാന്താണ്. 2 തരത്തിലുള്ള ഭ്രാന്താണ്. ഒന്ന്, ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഭ്രാന്ത്. അതായത് ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് സ്വബോധം തരുന്ന തലച്ചോറിൻ്റെ ആ ഭാഗങ്ങളെ അത് ഡീആക്ടിവേറ്റ് ആക്കും, അത് ഓഫാക്കി കളയും. ആ തരത്തിലുണ്ടാകുന്ന ഒരു ഭ്രാന്ത്. വേറൊരു ഭ്രാന്ത് ഉണ്ട്, നമ്മൾ കരുതുന്ന പോലല്ല, ഭീകരമാണ് അവസ്ഥ. ഒറ്റ ഉദാഹരണം പറയാം. ഒരു ലഹരി മരുന്ന് കേസിൽ ഞങ്ങളുടെ ലോക്കപ്പിനകത്ത് കൊണ്ടുപോയി ഇട്ട ഒരാൾ, അവനെ കൊണ്ടുവന്ന സമയത്ത് അവൻ നോർമലായിരുന്നു, വേറെ ബുദ്ധിമുട്ടില്ല, പാവാണ്, സാധുവാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാധാരണ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന സമയം എത്തിയപ്പോൾ അവൻ ലോക്കപ്പിൻ്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങളോട് ഉറക്കെ വിളിച്ച് ചോദിച്ചു, സാറേ ഈ ലേശം മരുന്ന് വേണം. അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൻ ലോക്കപ്പിൻ്റെ ഇരുമ്പഴികളിൽ കൈ മുറുകെ പിടിച്ച് അവനെ നെറ്റി ശക്തമായി അടിച്ച് രക്തമൊഴുകുകയാണ്, ശരീരം മാന്തി പൊളിക്കുകയാണ്, തല ചുമരിൽ പോയി അടിക്കുകയാണ്. അവസാനം അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് അവൻ നോർമലായത്. ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അതായത് ഓർക്കുക, ഒരു വ്യക്തി ഒരു ലഹരി മരുന്നിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അത് തീവ്രമായി അടിമപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, സാധാരണ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ, അത് പറ്റിയില്ലെങ്കിൽ ഭ്രാന്ത് വരും. എന്തും ചെയ്യും. സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിക്കും. സ്വന്തം ഉമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ 9-ാം ക്ലാസ്സുകാരന് ആ സമയത്ത് മരുന്ന് കിട്ടാത്ത ഭ്രാന്തായിരുന്നു. ഇതിനെ വിത്ഡ്രോവൽ സിംറ്റം എന്നാണ് പറയുക. ഇത് വരുമ്പോൾ അവരെന്തും ചെയ്യും. ബ്ലേഡ് എടുക്കും, കുപ്പിച്ചില്ലെടുക്കും, സ്വന്തം ശരീരം മുറിക്കും, സ്വന്തം ഇറച്ചി ചിരിച്ചുകൊണ്ട് മുറിക്കും. ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും. ആ ചോര ചിലപ്പോൾ രുചിച്ചു നോക്കും, എന്തും ചെയ്യും. ആ സമയത്ത് കയ്യിൽ ആയുധം കിട്ടിയാൽ സ്വന്തം മുന്നിൽ ഉമ്മയാണ് നിൽക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാതെ വേണമെങ്കിൽ വെട്ടിക്കൊന്നെന്ന് വരാം. ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ മക്കൾ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കാൻ പോലുമുള്ള അവസരമുണ്ടാവരുത്. ആ അവസരം ഉണ്ടാകാത്ത വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. ആ ബോധം കൃത്യമായിട്ട് അവരെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ആദ്യം ഈ ലഹരി എന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കണം. ഇത് എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അറ്റ്ലീസ്റ്റ് ലഹരിക്കെതിരെ ശക്തമായി പ്രവർത്തനങ്ങൾ നടത്തുന്ന ലഹരി നിർമ്മാർജ്ജന സമിതി പോലെയുള്ള എല്ലാ സംഘടനക്കാരെയും അതിൻ്റെ പ്രവർത്തകരെയും ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് ഒരുമയോടെ ഈ ഒരു മഹാവിപത്തിനെതിരെ പ്രവർത്തിച്ചാൽ
വിദൂരമല്ലാത്ത ഭാവിയിൽ ലഹരിയുടെ ലാഞ്ചന പോലുമില്ലാത്ത ഒരു പുതിയ തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ലഹരി മുക്തമായ ഒരു നവകേരളം നമുക്ക് സ്വപ്നം കാണാം. ഒരുമിച്ച് നമുക്ക് മുന്നേറാം. 29-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ആ മഹാസമ്മേളനത്തിനും റാലിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു.